Watch full episodes on Jio Hotstar. നഗറിലെ ഹോസ്പിറ്റലുകളുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അസുഖക്കാർ കൂടുതലാണ്, ഹോസ്പിറ്റൽസിന്റെ എണ്ണം വളരെ കുറവാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ചികിത്സ വേണമെങ്കിൽ ഇവിടെ പേഷ്യൻസിന് കമാൽപൂരിൽ തന്നെ പോണം. ഇല്ല, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പത്ലു. ഞാൻ ഈ ഫുർഫുറി നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ കെട്ടുന്നതാണ്. ഇതിനു വേണ്ടി എത്ര ചെലവായാലും കുഴപ്പമില്ല. നീ വേണേ കണ്ടു പത്ലു, ഫുർഫുറി നഗരവാസികൾ മുഴുവനും ഞാൻ ഈ ചെയ്യുന്ന നല്ല കാര്യത്തിന് വേണ്ടി മനസ്സ് തുറന്ന് എന്നെ സഹായിക്കും. സഹോദരി സഹോദരന്മാരെ, മനസ്സ് തുറന്ന് നിങ്ങൾ സഹായിക്കണം. ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ നല്ലൊരു ഹോസ്പിറ്റൽ പണിയുവാൻ. തന്നോളൂ തന്നോളൂ, മനസ്സ് തുറന്ന് സഹായിക്കൂ. അങ്ങനെ തന്നെ. ഓഹോ, ഇങ്ങനെ ആയാൽ എനിക്ക് എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ പണിയാൻ കൊല്ലങ്ങളാവുമല്ലോ. മോട്ടുവിന് ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി പണം ആവശ്യമുണ്ടോ? നമ്പർ 1, നമ്പർ 2, എന്റെ പ്ലാൻ ഒന്ന് കേക്കടാ. ചായക്കടക്കാരൻ ചേട്ടാ, നിങ്ങളുടെ കയ്യിലുള്ള സമോസയോ എന്താ ഉള്ള എടുത്തു, വല്ലാതെ വിശക്കുന്നുണ്ട്. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ ബാങ്കും കൊള്ളയടിച്ച് നേരെ ഇങ്ങ് വരികയാണോ? ഇല്ലില്ല, ഞങ്ങൾ ഈ മോഷണം പോലുള്ള പരിപാടിയൊക്കെ എന്നേ നിർത്തി മോട്ടു. ഞങ്ങൾ ഇപ്പൊ സമാധി ബാബയുടെ ശിഷ്യന്മാരാ. ആ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ദേ ഇത്രയും പൈസയെ കിട്ടി. അല്ല, സമാധി ബാബയ്ക്ക് ഇതിന്റെ ആവശ്യം എന്തിരിക്കുന്നു? അതെ, അതിന് നിങ്ങൾ അവിടെ പോണം. എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. കാട്ടിന് പുറത്ത് ഭൂമിക്കടിയിലാ സമാധി ബാബ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃപയുണ്ടെങ്കിലേ എത്ര തല്ലുകൊള്ളുന്നുവോ അത്രയും പൈസ കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? താങ്ക് യു നമ്പർ 1, താങ്ക് യു. ഞാൻ പോവാണേ പത്ലു. പൊളിച്ചേ, സമാധി ബാബ വിജയിക്കട്ടെ. എവിടെയാണ് സമാധി ബാബ? സമാധി ബാബ, കണ്ണു തുറക്കൂ. എനിക്കൊരു നല്ലൊരു ആശുപത്രി പണിയുവാൻ ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്. ഓഹോ, നീ നല്ല കാര്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെട്ട് വന്നതല്ലേ? ഞാൻ നിന്റെ ആവശ്യങ്ങളൊക്കെ സഫലമാക്കാം. പോയി എല്ലാവരുടെ അടുത്തും മടി മേടിക്ക്. നീ അവരുടെ അടുത്ത് എത്രത്തോളം മടി മേടിക്കുന്നുവോ അതിന് ഈക്വൽ ആയിട്ടുള്ള അമൗണ്ട് നിനക്ക് നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആകും. നീ അടി മേടിച്ച് ചേർക്കാൻ പോകുന്ന അമൗണ്ട് ഒരു നല്ല കാര്യത്തിനാന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ട്. ഫുർഫുറി നഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും തല്ല് മേടിച്ചോളാം. നല്ലോണം തല്ലാൻ ബോക്സർ ചേട്ടനെ വിട്ടാ പിന്നെ ആരാ ഉള്ളത് ഇവിടെ? ബോക്സർ ചേട്ടാ വരൂ, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഏറ്റുമുട്ടി നോക്കിയാലോ? ഇല്ല, ഇന്ന് എനിക്ക് വഴക്കടിക്കാനുള്ള മൂടൊന്നും ഇല്ല. ഇന്ന് ഞാൻ വ്രതത്തിലാ. എല്ലാ വർഷവും ഇതേ ദിവസം ഞാൻ ഇതുപോലെ ബോക്സിംഗിന് പൂജ ചെയ്യും. മനസ്സിലായോ? ബോക്സർ ചേട്ടാ, എന്റെ കൂടെ നിങ്ങളോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? എന്നോട് ഞാൻ പറഞ്ഞതല്ലേ, തല്ലില്ലെന്ന് പറഞ്ഞാ തല്ലില്ല, അത്ര തന്നെ. നിങ്ങളെന്നെ തല്ലുന്നോളം വരെ ഞാൻ നിങ്ങൾ ഇതുപോലെ തല്ലിക്കൊണ്ടേയിരിക്കും. അത് ശരി, അപ്പൊ നീ കിട്ടാതെ പോകില്ല അല്ലേ? വരൂ എന്റെ കൂട്ടുകാരെ, വരൂ. തല്ല് കിട്ടിയതിനു ശേഷം കാണാൻ പറ്റില്ലോ. മതിയായോ നിനക്ക്? ഹലോ മോട്ടു സാർ, ഞാൻ ഫുർഫുറി നഗറിന്റെ ബാങ്ക് മാനേജറാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ കുറെ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പൈസ വീണേ, ഇങ്ങോട്ട് പൊളിച്ചേ. ബോക്സർ ചേട്ടാ, താങ്ക് യു ബോക്സർ ചേട്ടാ. ഇത് വളരെ അതിശയമായിരിക്കുന്നല്ലോ. മോട്ടുവിന് ഇത് എന്ത് പറ്റി? തല്ലുകൊണ്ടിട്ട് താങ്ക് യു പറയുന്നോ? എനിക്ക് തോന്നുന്നത് ആ സന്യാസിയുടെ അടുത്ത് പോയതിനു ശേഷം മോട്ടുവിന് എന്തോ സംഭവിച്ചെന്നാ.
ഹലോ മോട്ടോ, വരൂ എന്നോടൊപ്പം ഇഡ്ഡലിയും ദോശയും സാമ്പാറൊക്കെ കഴിക്കാം. ചിങ്കം സാറേ, ഞാൻ നിങ്ങളടുത്ത് നിന്ന് ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ വേണ്ടിയല്ല വന്നത്, നിങ്ങളുമായിട്ട് തല്ലുകൂടാനാണ് വന്നത്. വരൂ, എന്നിട്ട് വേഗത്തിൽ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. എന്റെ അമ്മോ, തന്നെ പോലൊരു നല്ല മനുഷ്യനോടൊപ്പം ഞാൻ എന്തിനു വെറുതെ ഫൈറ്റ് ചെയ്യണം? നിങ്ങൾ എന്നെ തല്ലിയേ പറ്റൂ. വരൂ സാറേ, എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. വരൂ, 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 വരൂ. ഇതാണോ നിങ്ങളുടെ മീശ? തല്ലണോ, എന്നെ തല്ലണോ? നിനക്കെന്നെ തല്ലാൻ പറ്റില്ല. എന്നെ തല്ലി കാണിക്കേ. തല്ല് വരുന്നേ, തല്ല്. കടല, പഴംപൊരി, പപ്പടം, 2 അരിയുണ്ട, എന്താ പോരെ? ഇങ്ങോട്ട് വരൂന്നേ, എല്ലാവരും വരൂ. എനിക്ക് തോന്നുന്ന സന്യാസിയുടെ വാക്ക് മുഴുവനും ഇവൻ വിശ്വസിക്കാൻ തുടങ്ങി എന്നാ. മോട്ടു സർ, വീണ്ടും ഞാനാണ് ബാങ്ക് മാനേജർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല ലോട്ടറിയും അടിച്ചിട്ടുണ്ടോ മോട്ടു സർ? നിങ്ങളുടെ അക്കൗണ്ടിൽ പെട്ടെന്ന് ഇത്രയ്ക്കും അമൗണ്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. പൊളിച്ചേ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. സമാധി ബാബ വിജയിക്കട്ടെ. കണ്ടോ, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ വന്ന ഐഡിയയുടെ ഫലം കണ്ടോ? ഞാനാണ് സമാധി ബാബ എന്ന് പറഞ്ഞ് മോട്ടുവിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും അടി മേടിച്ചാൽ നല്ല കാര്യത്തിന് വേണ്ടി പൈസ കിട്ടും എന്ന് പറഞ്ഞ് അവനെ ഒരു ഭ്രാന്തനായി മാറ്റി. അങ്ങനെയാണോ കാര്യം? അപ്പൊ ആ സന്യാസി ജോൺ ആണല്ലേ? മോട്ടുവിന് അധ്വാനിക്കാതെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ക്ലാസ് എടുക്കുകയാണല്ലേ? ഞാനാണ് ബാബ സംസാരിക്കുന്നത്. എന്റെ ശക്തി മൂലം നീ മേടിക്കുന്ന അടിയൊക്കെ ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോ നിനക്ക് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ പണം സമ്പാദിക്കാനുള്ള കാര്യം പറഞ്ഞു തരാം. നീ ഇതുവരെ നിന്റെ ജീവിതത്തിൽ ആരെ കൂടുതൽ തല്ലിയിട്ടുണ്ടോ അവരെ പോയി വീണ്ടും തല്ലണം. അപ്പോൾ നിനക്ക് കുറെ പൈസ കിട്ടും. പോ, വേഗം പോ. എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാകും. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ആരെയാണ് തല്ലിയത്? അതെ, ഓർമ്മ വന്നു. ജോൺ ദ ഡോൺ ആണ്. ബാബ, ഞാൻ ഇതുവരെയായിട്ട് ഒരു മനുഷ്യനെ മാത്രമേ ഓടിച്ചിട്ട് തല്ലിയിട്ടുള്ളൂ. ജോൺ ദ ഡോൺ. ഞാൻ അവനിട്ട് ശരിക്കും ഇടി കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ശരി, നീ വേഗം പോയി അവനെ തല്ല്, നല്ലോണം തല്ല്. നീ തല്ലുമ്പോൾ ബാങ്ക് മാനേജറായിട്ട് വന്ന് നിന്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയി എന്ന് പറയുന്നത് വരയ്ക്കും നീ അവനെ തല്ലണം. തല്ലിക്കൊണ്ടേയിരിക്കണം. അടിക്കുന്നത് മാത്രം നിർത്താനേ പാടില്ല. തീർച്ചയായിട്ടും ബാബ, തീർച്ചയായിട്ടും ബാബ, ഞാൻ തല്ല് മേടിക്കാൻ പോവാ. വിജയിക്കട്ടെ ബാബാജി, വിജയിക്കട്ടെ. ജോണാകാൻ പോകുന്നു ഡോൺ. കണ്ടോടാ, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ വന്ന ഐഡിയയെ. മോട്ടു എപ്പോഴും എന്നെ തല്ലി തരിപ്പണമാക്കിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ അവന് തിരിച്ചു തരാനുള്ള സമയമായിരിക്കുന്നടാ. ജോൺ, വീണ്ടും എനിക്ക് നിന്റെ ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ട്. ഒരു പ്രാവശ്യം നീ ആശുപത്രി പണിയുവാൻ 100-ന്റെ നോട്ടുകളാണ് തന്നത്. പക്ഷെ ഇന്ന് ആ സമാധി ബാബ പറഞ്ഞത് ഞാൻ നിന്നെ എന്തുമാത്രം തല്ലുന്നുവോ അത്രയ്ക്ക് തന്നെ കാശും എന്റെ അക്കൗണ്ടിൽ വന്ന് വീഴുവത്രേ. ബാങ്ക് മാനേജർ ബാങ്കിൽ സ്ഥലമില്ലെന്ന് പറയുന്നോടും വരെ ഞാൻ തല്ലിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനൊക്കെ വേണ്ടി നീ എന്നോട് ദേഷ്യപ്പെടരുത്, കേട്ടോ ജോണേ? ഓഹോ, ഇങ്ങനെ ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? എങ്ങനെയാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? സമാധി ബാബയോ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതെ ജോണേ, ഞാൻ നിനക്കെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാംന്നേ. നമ്പർ 1, നീ സമാധി ബാബയെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോഴല്ലേ എന്റെ ജീവിതം തന്നെ മാറിയത്. വരൂ. അയ്യോ മോട്ടു, എന്നെ എന്തിനാണ് നീ എത്ര തല്ലണം? എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ തല്ലും. പത്തിലു, ബാങ്ക് മാനേജറുടെ ഫോൺ വന്ന എന്നോട് പറയണേ.
നിർത്ത് മോട്ടു, നിർത്ത്. എന്നെ എന്തിനാണ് ഇങ്ങനെ അടിച്ച് തിരുമ്പുന്നത്? നിനക്ക് ഏത് ബാങ്ക് മാനേജറുടെ ഫോണും വരാൻ പോകുന്നില്ല മോട്ടു. ആ മാനേജറും ശരി, സമാധി ബാബയും ശരി, രണ്ടും ഞാനാണ്. ജോണെ, കള്ളം പറയരുത്. കാശ് വരുന്നത് വരെ ഞാൻ നിന്നെ തല്ലും. മോട്ടു, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക്. ദേ കണ്ടോ, ആ ബാബയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്റെ അടുത്ത് തന്നെ ഉള്ളത്. കണ്ടോ നീ? ഇത് ബാബ യൂസ് ചെയ്ത ഡ്രസ്, ഇത് ബാബ യൂസ് ചെയ്ത കിണ്ടി. കണ്ടോ? എന്ന് വെച്ചാ നീ ആയിരുന്നോ ആ സമാധി ബാബ? ഞാൻ തന്നെയാ. പക്ഷെ നീ പറയുന്നതുകൊണ്ട് ഞാൻ അനുസരിക്കാം. പക്ഷെ ഞങ്ങൾ ഈ ആശുപത്രിക്ക് വേണ്ടി ജനങ്ങളെടുത്തു നിന്നും ഡൊണേഷൻ വാങ്ങണം. ഇപ്പൊ തൊട്ട് ആ ജോലിക്ക് വേണ്ടി നീ ഞങ്ങളുടെ കൂടെ ചേരണം ജോണേ. കേ രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ പാവ എരുമ കുഴിക്കകത്ത് ഇങ്ങനെ വീണല്ലോ. രക്ഷിക്കണേ. നിങ്ങൾക്ക് വളരെ വളരെ നന്ദി. ഭൂതം ഭൂതം ഭൂതം. നിക്ക്, ഞാനൊരു എരുമയാണ്, എന്നാൽ രാജ എരുമയാണ്. എന്ത്? രാജകീയ എരുമയോ? അല്ല, അതിനിപ്പോ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? നീ നിന്നാലല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ. ഞാനൊരു രാജ എരുമയാണ്. എനിക്ക് എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും എന്റെ രൂപം മാറ്റാൻ കഴിയും. നിനക്കിങ്ങനെ രൂപം മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നീ ആ കുഴിയിൽ നിന്ന് പുറത്തു വരാതിരുന്നത്? ഒരു മന്ത്രവാദി മന്ത്രശക്തി കൊണ്ട് എന്നെ ഒരു എരുമയാക്കി മാറ്റിയതാണ്. ആ മന്ത്രശക്തി കാരണം എനിക്ക് സ്വയം എന്നെ സഹായിക്കാനായി കഴിയില്ല. എന്നാൽ ഒരുപക്ഷെ ഞാനൊരു മനുഷ്യനെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും എന്റെ ദേവത രൂപത്തിലേക്ക് മാറാനായി സാധിക്കും. നിന്നെ കണ്ടപ്പോൾ നല്ല മനുഷ്യനാണെന്ന് തോന്നി. എനിക്ക് നിന്നെ ഏത് തരത്തിലും സഹായിക്കാനായി സാധിക്കും. അങ്ങനെ ഞാൻ സഹായിച്ചാൽ എനിക്ക് വീണ്ടും എന്റെ ദേവത രൂപത്തിലേക്ക് തിരിച്ചു പോകാനും കഴിയും. എങ്കിൽ ശരി, നീ ഇങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിന് സമ്മതിക്കുന്നു. വരൂ എന്റെ കൂടെ. മോട്ടു, നീ എന്തിനാ ഈ എരുമയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ? ബോക്സർ ചേട്ടാ, എനിക്ക് ഈ എരുമയെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ആയിക്കോട്ടെ, എന്നെ ഒന്ന് സഹായിച്ചൂടെ? എനിക്കൊന്ന് പുറത്തോട്ട് പോകേണ്ടതുണ്ട്. എന്റെ കാറിനെ തുടച്ചു മിനുക്കിയേക്ക്. ഞാൻ തയ്യാറായിട്ട് ഉടനെ ഇങ്ങ് വന്നേക്കാം. ഓക്കെ? മോട്ടു അകത്ത് പോയിരിക്കാണ്. ഞാനിപ്പോ ഈ എരുമേനെ ഇവിടുന്ന് കട്ടുകൊണ്ട് പോവാൻ പോവുകയാണ്. ഞാൻ മോട്ടുവിനെ സഹായിച്ചേ മതിയാകൂ. എനിക്കെന്താ അയാളുടെ കാറ് വൃത്തിയാക്കാനായി സാധിക്കില്ല. ഇവിടെ എന്താടാ സംഭവിക്കുന്നത്? എരുമ എങ്ങനെ മോട്ടുവായിട്ട് മാറി? ബോസ്, എനിക്ക് തോന്നുന്നു ഈ എരുമയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്നാ. ഓഹോ, അതിന് എന്ത് പവർ ഉണ്ടെന്ന് ഞാനും നോക്കട്ടെ. മോട്ടു, ഏൽപ്പിച്ച ജോലി ചെയ്തോ? കാറിനെ ആകെ നശിപ്പിച്ചല്ലോടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്പർ 1, നമ്പർ 2, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പ്ലാനിനെ മാത്രം നമ്മൾ ശരിക്കും ചെയ്താ മതിടാ. മോട്ടുവിന്റെ അടുത്ത് ഒരു കാര്യം പറയണം. നമ്പർ 1, നമ്പർ 2, അതായത് ബാങ്കിന്റെ പുറത്ത് ഒരുത്തൻ ഡ്യൂപ്ലിക്കേറ്റ് പോലീസിനെ പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റിനെ പോലെയാണ് നിൽക്കുന്നത്. ആക്ച്വലി അവനാണ് ആ ബാങ്കിനെ കൊള്ളയടിക്കാൻ പോകുന്നത്. ആ ബാങ്കിലെ മൊത്തം പൈസയും കക്കാൻ പോവുകയാണ്. ഈ കാര്യം എങ്ങനെയെങ്കിലും മോട്ടുവിനെ അറിയിച്ച് ആ ബാങ്കിലുള്ള എല്ലാ പൈസയും രക്ഷിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്നില്ലല്ലോ. ഇത് മാത്രം മോട്ട് ചെയ്താൽ അവൻ എത്ര വലിയ ആളായി മാറും. പക്ഷെ അവനെ തെരഞ്ഞു പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ മോട്ടുവായി മാറി ആ കുറ്റവാളിയെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ മോട്ടുവിന് നല്ല പേര് വന്നു ചേരും. മാത്രമല്ല ഞാൻ സഹായിച്ചതിന് തുല്യവുമാണ്.
Left, right, left, right, left, right, left, right, left, right. കടല പഴമുടി left, right, left, right, left, right. ഹലോ മോട്ടു, താൻ വന്നത് വളരെ നന്നായി. എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചില കൊള്ളക്കാര് ഈ പണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടത്രേ. ഇതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പൂച്ചയെ പാലിന് കാവലിനിരുത്തിയത് പോലെയുണ്ട് നിങ്ങളുടെ കഥ. അതെ. മോട്ടു, നീ എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? മോട്ടു, നീ എന്തിനാണ് ഇങ്ങനെ തല്ലുന്നത്? ഞാൻ എന്ത് കുറ്റാണ് ചെയ്തത്? ഞാൻ ഡ്യൂട്ടിയിലാണ് ചെയ്തത്. എന്തായി ചെയ്യണേ? താഴെ ഇറക്ക്, താഴെ ഇറക്ക്, വണ്ടി താഴെ ഇറക്ക്. ഓ, എന്റെ അമ്മോ, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ നിൽക്കാൻ. എരുമയ്ക്ക് കഴിക്കാൻ പുല്ലൊക്കെ ഇടുന്നത് മോട്ടു, പക്ഷെ അതുമൂലം കിട്ടുന്ന നന്മകളൊക്കെ നമുക്ക്. ഇതാ കണ്ടോ എത്ര പൈസയാ ഉള്ളതെന്ന്. എടുക്കടാ, വേഗം എടുക്ക. ബോസ്, ഇന്ന് നമ്മള് ബിരിയാണി കഴിക്കാം. ചിക്കൻ ബിരിയാണി. ചിങ്കം സാറേ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതാണ്? നിനക്കറിയണോ? ഞാൻ ഇപ്പൊ തന്നെ നിനക്കത് പറഞ്ഞു തരാം. എന്റെ അമ്മോ, മോട്ടു, നീ തന്നെ ആദ്യം എന്നെ തല്ലിയിട്ട് എന്നിട്ട് നീ തന്നെ എന്നോട് ചോദിക്കുന്നു ഈ പരിക്ക് എങ്ങനെ സംഭവിച്ചെന്ന്. ബാങ്കിൽ നിന്ന് നീ തന്നെ പണം മോഷ്ടിച്ച് എന്നിട്ട് നീ തന്നെ അത് വണ്ടിയിൽ കൊണ്ടുപോയി കാട്ടിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഇല്ല, നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇന്ന് നിനക്ക് ഞാൻ ഒരു പുതിയ സമ്മാനം തരുന്നുണ്ട്. എന്നാ പിടിച്ചോ. ചിങ്കം സാറേ, ഒരു സമോസ കഴിക്കാനെങ്കിലും തരുമോ എനിക്ക്? ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ച കുറ്റത്തിന് ഞാൻ നിന്നെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തു പറ്റി മോട്ടു? എന്റെ അമ്മോ, ഇതെന്താ പോത്ത് സംസാരിക്കുന്നു? നിങ്ങൾ കണ്ടില്ലേ പോത്ത് സംസാരിക്കുന്നത്? ഇതെങ്ങനെ സാധിക്കും? ഓ, നിങ്ങളാരും പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാ ഇതൊരു പാവം എരുമ തന്നെയാണ്. മാത്രമല്ല ഇതെന്നെ സഹായിക്കുവാൻ വേണ്ടി വന്നതുമാണ്. ഒരു മിനിറ്റ് എന്റെ എരുമേ, നീ എന്നെ പോലെ മാറി വല്ല സഹായത്തിനും പോയിരുന്നോ? ആ ബാങ്കിൽ പോയിട്ട് നീ മോഷ്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. മോഷ്ടിച്ചെന്നോ? ഇല്ലില്ല. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? അപ്പൊ മോട്ടു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങളെ രണ്ടുപേരെയും പറ്റിച്ചിട്ട് മാറി നിന്ന് രസിക്കുകയാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. പത്ലു, നീ തന്നെ പറ, ഇനി എന്താ ചെയ്യാ? ഇതിനൊരു നല്ല വഴിയുണ്ട് മോട്ടു. എറിഞ്ഞ കല്ലുകൊണ്ട് തിരിച്ചെറിയണം. ബോസ് എപ്പോ വരുമെന്ന് അറിയില്ല. വിശന്നിട്ടാണ് ഈ കണ്ണ് കാണുന്നില്ല. ബോസ്, നിങ്ങൾ വന്നോ? എവിടെ പോയതായിരുന്നു? ആദ്യം സംസാരം നിർത്തടാ. എനിക്ക് മേലൊക്കെ ഭയങ്കര വേദന എടുക്കുന്നടാ. ഇതാ പിടിച്ചോ ഈ കമ്പ്. എനിക്ക് മേലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് വിടടാ. ഈ വടി കൊണ്ടുള്ള മസാജ് എന്താണ് ബോസ്?
ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് പറഞ്ഞു തരാം. എന്റെ ദേഹം മൊത്തം വേദനയുള്ളപ്പോൾ ഈ കമ്പ് ഉപയോഗിച്ച് നിങ്ങൾ എന്നെ തല്ലിയാൽ എല്ലാ വേദനയും പോകുമെന്ന് എനിക്കൊരു വലിയ സ്വാമിജി പറഞ്ഞതാണിടാ. ഞാൻ അകത്ത് പോയിട്ട് ഇതിനാവശ്യമുള്ള തൈലം പരട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് മസാജ് തുടങ്ങാം ഡാ. വേഗം വന്നാട്ടെ ബോസ്, നമുക്ക് ഉടനെ പണി തുടങ്ങാം. തിരുമ്പ് ചികിത്സ തുടങ്ങാം. ഇതാണ് ശരിയായ മസാജ് ടൈം. എന്ത് പറ്റിയടാ നിങ്ങൾക്ക്? പെട്ടെന്നൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ടല്ലോ. പതുക്കെടാ, പതുക്കെ ചെയ്യേ, ഒരു അവസരവുമില്ല. പതുക്കെ ചെയ്താ മതിട്ടോ. നിങ്ങൾ എന്താടാ ചെയ്യുന്നത്? മസാജ് ചെയ്യാൻ പറഞ്ഞാൽ ഇട്ട് നൽകുന്നത് എന്തിനാ? വേണ്ട, നിർത്ത്. എടാ നിർത്താനാ പറഞ്ഞത്. എങ്ങനെയാണ് ജോൺ? നല്ല മസാജ് കിട്ടുന്നുണ്ടോ? മനസ്സിലായി. ഈ കമ്പ് കൊണ്ട് മസാജ് ചെയ്യുന്ന ഐഡിയ നിങ്ങളുടെ അല്ലേ? എനിക്ക് മനസ്സിലായി. നമ്പർ 1, നമ്പർ 2 എന്റെ കൈ ഒന്ന് അയച്ചു വിടടാ. എന്നിട്ട് ഞാൻ എങ്ങനെയാ ഓടാൻ പോകുന്നത് നോക്കിക്കോ. ജോൺ, ഇപ്പൊ നീ ഹോസ്പിറ്റലിലേക്കല്ല, പകരം ജയിലിലേക്കാണ് നീ പോകേണ്ടത്. എന്താ ഇത്? ഞാൻ സ്വയം ശരിയായിരിക്കുന്നു. എനിക്കിതാ എന്റെ രൂപം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു മോട്ടു. നിങ്ങൾ എനിക്ക് ഒരു പുതിയ ജീവിതമാണ് തന്നിരിക്കുന്നത്. നമ്പർ 1, നമ്പർ 2 വ്യായാമം നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. മോട്ടു പത്ലു നിർത്തൂ എന്ന് പറയുന്നത് വരയ്ക്കും. എന്താണ് നമ്പർ 1, നമ്പർ 2? നിങ്ങളുടെ ബോസിനെ തന്നെ തല്ലുന്നത്? വേണ്ട, നിർത്തേടാ. വേണ്ട, പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.